ഹലോ, നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഞാൻ ഈ ഹോസ്പിറ്റലിൽ ഏപ്രിൽ ഇട്ട് കാണുന്നത്. അതെ, ഇവിടെ നടക്കുന്നതൊക്കെ അസാധാരണ സംഭവങ്ങളാണല്ലോ. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കൊൽക്കത്തയിലെ RJK മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറെ ബ്രൂട്ടലി റേപ്പ് ചെയ്ത് കൊന്നത്. ഇന്ത്യയൊട്ടാകെയുള്ള ഡോക്ടർമാരും മനുഷ്യരായിട്ട് ജനിച്ചവരും പ്രതിഷേധിക്കുമ്പോൾ നമ്മളെ പ്രതിഷേധത്തിന്റെയും അനുസ്മരണത്തിന്റെയും ഭാഗമായിട്ടായിരുന്നു കറുത്ത റിബൺ അണിഞ്ഞുള്ള പ്രതിഷേധം. ഇതിൽ നമ്മൾ ഡോക്ടർമാരെന്ന് മാത്രമല്ലായിരുന്നു, നഴ്സുമാരും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. നമ്മളുടെ പ്രതിഷേധം OPDയും ബാക്കി പ്രവർത്തനങ്ങളൊന്നും തടസ്സം വരാതെയായിരുന്നു. ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ചിലവരിപ്പോ ചോദിക്കും, ഇങ്ങനെ ബ്ലാക്ക് റിബൺ കെട്ടിയോണ്ട് എന്തെങ്കിലും മാറ്റം വരാൻ പോകുന്നുണ്ടോ, ഇതൊക്കെ വെറുതെ ആണെന്നുള്ളത്. ഒന്നും പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ ഈ ഒരു റേപ്പിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് എന്റെ അഭിപ്രായം. ഇന്ന് ഈ റിബൺ കെട്ടിയതിനെ കുറിച്ച് ചോദിച്ചവരോടൊക്കെ ഞാൻ ഒരു ഇൻസിഡൻസിനെ കുറിച്ച് പറയുകയും അവരെ അവെയർ ആക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ഉറപ്പാണ് എന്റെ OPDയിൽ എന്റെ ഈ വാക്കുകൾ കേട്ട് പോയവർ എന്തായാലും എന്തെങ്കിലും ഇതിനെതിരെ ചെയ്തിരിക്കും. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം നമ്മളെ കുട്ടിക്കുറുമ്പി നമ്മളെ വീണ്ടും കാണാൻ വന്നിരുന്നു. അവൾക്ക് അസുഖം ഉണ്ടായിട്ടൊന്നുമല്ലായിരുന്നു കേട്ടോ, കുറെ നാളായി നമ്മളെ കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. ഞാൻ ഇന്ന് ശബ്ദം എടുത്തുന്നത് ഇതുപോലുള്ള എന്റെ കുട്ടിക്കുറുമ്പികൾ നാളെ വലുതായി വരുമ്പോൾ അവർക്ക് നേരെ ഒരു കാട്ടാളന്റെയും കണ്ണുപോലും എത്താണ്ടിരിക്കാനാണ്, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഡോക്ടർ ആയതുകൊണ്ടല്ലേ, സെമിനാർ ഹാളിൽ പോയിട്ടിരിക്കാൻ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ, ഓവർ ഡ്യൂട്ടി ചെയ്യാൻ നമ്മൾ ആരെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിലും പെണ്ണുങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ, മാറേണ്ടത് അവരല്ല, നിങ്ങളുടെ ചിന്തകളാണ്, നിങ്ങളെ ദുഷിച്ച ചിന്തകൾ മാത്രം. പഴഞ്ചൻ ചിന്താഗതികളൊക്കെ മാറ്റിവെച്ച് മാറേണ്ട സമയം എന്നോ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവരോട് ടാറ്റാ ബൈ ഒക്കെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ OPD ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കാൻ പോയി. നാളെയാണ് നമ്മളുടെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ. എന്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പോരാട്ടത്തിൽ നമ്മൾ ഒരുമിച്ചാവണം. ഇതിൽ നമ്മൾ പ്രൊഫഷൻ നോക്കരുത്. നിങ്ങൾ ഉണ്ടാവില്ലേ കൂടെ?